ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം നമ്മുടെ CSEBയുടെ എക്സാം ഇങ്ങ് വന്നെത്തി. അപ്പോൾ CSEBയുടെ എക്സാം വന്നെത്തി എന്ന് പറയുമ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ CSEB എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് കൂടാതെ അതിനനുബന്ധമായിട്ട് വന്ന മറ്റൊരു യോഗ്യതാ പരീക്ഷയാണ് നമ്മുടെ സബ് സ്റ്റാഫ് പ്രൊമോഷൻ ടെസ്റ്റ്. അപ്പോൾ ഇപ്പോൾ ജോലിക്കിരിക്കുന്ന ഒരുപാട് പേരാണ് ഇത്തരത്തിൽ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മുടെ CSEB എക്സാമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സഹകരണ ബാങ്ക് എക്സാമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള എക്സാം നിങ്ങൾക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ സർവീസിനനുസരിച്ചായിരുന്നു കൂടുതലായിട്ടും പ്രൊമോഷൻ എന്ന രീതിയിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത് പോരാ. കാരണം നിങ്ങൾ സ്ഥാനക്കയറ്റം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അർഹനാണെങ്കിൽ അതിന് പറ്റുന്ന ഒരു പരീക്ഷ കൂടി നിങ്ങൾ എഴുതി ആ പരീക്ഷയിൽ നിശ്ചിത മാർക്ക് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊമോഷൻ നേടാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊരു ക്രൈറ്റീരിയ കൂടിയാണ് നമ്മുടെ CSEB ബോർഡ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് ഭാഗമായിട്ട് നിങ്ങളുടെ ബാങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിലുള്ള അടുത്ത ബാങ്കിലൊക്കെ നിങ്ങൾക്ക് പ്രൊമോഷൻ ആയിട്ട് പോകണമെങ്കിൽ ഇത്തരത്തിലൊരു യോഗ്യതാ പരീക്ഷ കൂടി ആവശ്യമാണ്. നമ്മൾ ഈ യോഗ്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. എന്തൊക്കെയാണ് യോഗ്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള സിലബസ് നമ്മൾ നോക്കി. എന്നാൽ സാധാരണ CSEBയുടെ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു എക്സാമിന് ശേഷം, അതായത് 100 മാർക്കിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ സിലബസ് നോക്കുമ്പോൾ അഡ്വാൻസ് ലെവലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ കണ്ടു. അപ്പോൾ അത് കൂടാതെ അതായത് സബ്ജക്ട് പേപ്പറും അതേപോലെ നമ്മൾ റാങ്കിങ് മേക്കിംഗ് എന്ന ഉദ്ദേശിക്കുന്ന ജനറൽ പേപ്പർ, അതായത് ഇംഗ്ലീഷ്, മാത്സ്, അതേപോലെ GK തുടങ്ങിയ പേപ്പറും ഇതിലൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. കൂടാതെ നമ്മുടെ സബ്ജക്ട് പേപ്പറിലും വരുമ്പോഴും അഡ്വാൻസ് ലെവലായിട്ടുള്ള ഒരുപാട് ഏരിയകൾ നമ്മൾ കണ്ടു. പക്ഷെ അതിൽ നിന്നൊന്നൊക്കെ ഒന്ന് വിപരീതമായിട്ടാണ് നമ്മൾ സബ് സ്റ്റാഫിന്റെ സിലബസ് നോക്കുന്ന സമയത്ത് നമ്മളെ സിലബസിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൊണ്ടാണ് അല്ലെ. അതായത് നമ്മുടെ ഇംഗ്ലീഷ്, മാത്സ്, അതേപോലെ തന്നെ GK ഏരിയകൾ വളരെ കുറച്ചാണ്. കൂടാതെ നമ്മളെ സബ്ജക്റ്റിലോട്ട് വരുമ്പോൾ അതായത് കോർപ്പറേഷൻ ഉണ്ട്, കോപ്പറേറ്റീവ് ലോ ഉണ്ട്, അതേപോലെ തന്നെ ബാങ്കിങ് ഉണ്ട്, പിന്നീട് അക്കൗണ്ടൻസി വരുന്നുണ്ട്, ഓഡിറ്റിംഗ് വരുന്നുണ്ട് അല്ലെ. അത് കൂടാതെ IT-യുടെ ഭാഗങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഇത്രത്തോളം ഏരിയകളാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. എന്നാലും ഓരോരോ ഏരിയയിലും കവർ ചെയ്യാനുള്ള ഭാഗങ്ങൾ വലിയ വൈഡായിട്ട് കൊടുത്തിട്ടില്ല. നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു യോഗ്യതാ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെയാണ് നമ്മുടെ സിലബസ് ഉള്ളത്. അപ്പോൾ ഓരോ സിലബസും നമുക്കറിയാം നമ്മളെ ഭരണഭാഷ മലയാളം എന്ന രീതിയിലാണ് സിലബസ് ഒന്നാകെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട്. കാരണം ഇതിന്റെ യോഗ്യത നേടാനുള്ളത്, അതായത് നമ്മളിപ്പോ ജോയിൻ ചെയ്തിരിക്കുന്ന ബാങ്കിൽ ചിലപ്പോൾ JDC HDC കഴിഞ്ഞായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം, അല്ലെ BCom കോർപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാരും ഉണ്ടായിരിക്കും. പക്ഷെ ഇവർക്കൊക്കെ ഒരേ രീതിയിൽ പറ്റുന്ന പോലെയാണ് ഈ ഒരു യോഗ്യതാ പരീക്ഷ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിന്റെ പ്രാക്ടിക്കൽ വശങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും. പക്ഷേ അതിന്റെ തിയററ്റിക്കൽ പാർട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന രീതിയിൽ നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും അല്ലേ. കാരണം നമ്മളിത് പ്രാക്ടിക്കലി നമുക്ക് ഓക്കെയാണ്, എന്നാലും തിയറിറ്റിക്കലി വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ചില ആൾക്ക് ഉണ്ടായേക്കാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഏരിയകൾ നമുക്ക് പ്രൊമോഷൻ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഏരിയകൾ കറക്റ്റ് ഒരു വേയിൽ അതേപോലെ കറക്റ്റായിട്ട് ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കുക എന്നതാണ്. കാരണം ഒരു യോഗ്യതാ പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം യോഗ്യത നേടണമെങ്കിൽ നിശ്ചിതമായിട്ടൊരു മാർക്ക് ഉണ്ടാവും. ആ മാർക്കിന് മുകളിലാണ് നിങ്ങളുടെ യോഗ്യത എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ മാർക്കിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് പഠിക്കുക എന്ന കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പറ്റുക? അതായത് ചില ആൾക്കാർ ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, അല്ല ചില ആൾക്കാർക്ക് അതിന് വേണ്ടതുള്ള മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്കറിയാം കുറച്ചധികം കാലം നമ്മൾ ആ പഠനത്തോട് ഗുഡ് ബൈ പറഞ്ഞ ആൾക്കാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് പഠനത്തിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുമ്പോൾ മാനസികമായിട്ടൊന്ന് പ്രിപ്പറേഷന്റെ സമയം ആവശ്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരു പ്രിപ്പയർ ചെയ്യാനും നല്ല രീതിയിലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി വരാൻ പോകുന്ന എക്സാം നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പുതിയ ബാച്ച്. അത് 25 ദിവസത്തെ ബാച്ചാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ സംശയം 25 ദിവസം, ഈ 25 ദിവസം കൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക? സിലബസ് നോക്കുമ്പോൾ വലിയൊരു സിലബസ്. ആ സിലബസ് കൊണ്ട് 25 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുക? ആ ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം തരുന്നത്. അതായത് 25 ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലൂടെ ഈസി ആയിട്ട് കടന്നു പോകും. പക്ഷേ ഈ 25 ദിവസം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ 25 ദിവസത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് ഓരോ ദിവസവും പഠിക്കേണ്ടത്, 25 ദിവസം നമുക്ക് എങ്ങനെ ആ ഡീറ്റെയിൽ സിലബസ് കവർ ചെയ്യാം എന്ന് ആദ്യം നമുക്ക് നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ പഠിച്ചുകൊണ്ട് കാര്യമില്ല, പഠിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ രൂപത്തിൽ ആ ഉത്തരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഫില്ല് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ ഈസി ആയിട്ട് പഠിക്കണം.
ആ ക്വസ്റ്റ്യൻ പരിചയപ്പെടണം അല്ലേ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്ന് അടുത്തൊരു പോയിന്റാണ്. പിന്നീട് റിവിഷൻ ആണ്. ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും വർക്കൗട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ എക്സാം, അതായത് നമ്മൾ എഴുതാൻ പോകുന്ന യോഗ്യതാ എക്സാം പോലെ തന്നെ ഒരു എക്സാം എഴുതി നോക്കുക. നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക. അതുകൂടാതെ മോട്ടിവേഷൻ നൽകുക. ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ 25 ബാച്ചിലുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാതെ ഇനി നിങ്ങളുടെ മുന്നിൽ ആ ചോദ്യം ഉണ്ടാവരുത് 25 ദിവസം കൊണ്ട് പറ്റൂ എന്നുള്ളത്. അതിനുള്ള ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും അതേപോലെ MCQ ഡിസ്കഷൻ്റെ ലൈവുകൾ, കൂടാതെ സ്പെഷ്യൽ മെന്റർഷിപ്പ് സപ്പോർട്ടുകൾ, കൂടാതെ PDF നോട്ടുകൾ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ ഈ 25 പ്ലാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ് എങ്ങോട്ട് ജോലിക്കാർ എന്ന രീതിയിൽ നമ്മൾ എങ്ങോട്ടേക്ക് വന്നു, ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നു. അപ്പോൾ രാവിലെ മുതൽ ഒരു ഈവനിങ് വരെ നമുക്ക് ജോലി ഉണ്ടാവും. ചില ആൾക്കാർക്കാണെങ്കിൽ ജോലി ചെയ്ത് വീട്ടിലെത്താൻ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ യാത്ര ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? സ്വാഭാവികമാണ്. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സമയം ചിലപ്പോൾ രാത്രി ഒരു 9 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കാം. മതി, 9 മണിക്ക് ശേഷം നിങ്ങൾക്ക് പഠിക്കാം. ഇനി രാവിലെ പുലർച്ചെ ഒരു 7 മണിക്കാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരിക. ഒരു 6 മണിക്ക് എണീറ്റ് നിങ്ങൾക്ക് 1 മണിക്കൂർ കൂടി എന്ത് ചെയ്യാം, പഠിക്കാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയ സമയത്ത് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് വരാൻ പോകുന്ന യോഗ്യതാ പരീക്ഷ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പുതിയ ബാച്ച്. അപ്പോൾ ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഈ ഗൂഗിൾ ഫോമിൽ നിന്ന് കണക്ട് ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചുകൊണ്ട് വരാൻ പോകുന്ന യോഗ്യതാ പരീക്ഷ ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള വിജയാശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.